കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയായി സിനിമാ താരങ്ങളായ ജഗദീഷും സിദ്ദീഖും പട്ടികയിൽ. JSS വിട്ട KK ഷാജു അടൂരിൽ മത്സരിച്ചേക്കും. വിശദാംശങ്ങളുമായി എക്സിക്യൂട്ടീവ് എഡിറ്റർ M രാജീവ് ചേരുന്നു. രാജീവ്, എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള പട്ടികകൾ, 14 ജില്ലകളിൽ നിന്നുള്ള പട്ടികകൾ KPCCയിലേക്ക് പോകുമ്പോൾ ഏതൊക്കെ മേഖലയിൽ പ്രമുഖർ സ്ഥാനം പിടിക്കുന്നു, ഏതൊക്കെ സാധ്യതകളാണ് കൽപ്പിക്കപ്പെടുന്നത്? പ്രജീഷ്, മൊത്തം 140 മണ്ഡലങ്ങളിലെ 100 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കണം എന്ന ആഗ്രഹപ്രകാരമുള്ള ലിസ്റ്റാണ് ഇത്. ഇതിൽ കഴിഞ്ഞ തവണ നമുക്ക് അറിയാം 81 സീറ്റുകളിൽ മത്സരിക്കുകയും 39 സീറ്റുകളിലുമാണ് കോൺഗ്രസ് ജയിച്ചിരുന്നത്. ഇത്തവണ ഘടകകക്ഷികളുടെ ചില സീറ്റുകൾ, അതായത് ചില കേരള കോൺഗ്രസ് ബി പോലുള്ളവ വിട്ടുപോരുകയും ചില ഘടകകക്ഷികൾ വേണ്ടെന്ന് പറയുകയും ചെയ്യുന്ന സീറ്റുകളടക്കം 100 സീറ്റുകളിൽ മത്സരിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരത്ത് 14 സീറ്റിലും, കൊല്ലത്ത് 7 സീറ്റിലും, പത്തനംതിട്ടയിൽ 4 സീറ്റിലും, ഇടുക്കിയിൽ 3 സീറ്റിലും, കോട്ടയത്ത് 5 സീറ്റിലും, ആലപ്പുഴയിൽ 9 സീറ്റിലും, എറണാകുളത്ത് 11 സീറ്റിലും, തൃശ്ശൂരിൽ 13 സീറ്റിലും, പാലക്കാട് 11 സീറ്റിലും, മലപ്പുറത്ത് 4 സീറ്റിലും, കോഴിക്കോട് 5 സീറ്റിലും, വയനാട് 2 സീറ്റിലും, കണ്ണൂർ 9 സീറ്റിലും, കാസർഗോഡ് 3 സീറ്റിലും ആണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ മത്സരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രമുഖർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. യുവത്വത്തിനും സ്ത്രീകൾക്കും അത്ര കണ്ട് പ്രാതിനിധ്യം ഈ പട്ടികയിൽ കാണുന്നില്ല. ഈ പട്ടിക KPCC സമിതി, അതായത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, VM സുധീരൻ എന്നിവരടങ്ങുന്ന 3 പേർ ഇന്നലെ ഈ പട്ടികകൾ 2 ദിവസമായി ശേഖരിച്ചതിന് ശേഷം ഇന്നലെ രാത്രി 10 വരെ ഈ പട്ടികകൾ പരിശോധിച്ചു. ഈ പട്ടിക ഇനി 6 പേരാക്കി, ഓരോ മണ്ഡലങ്ങളിലും 4 മുതൽ 6 പേരാക്കി ഹൈക്കമാൻഡ് വിടുകയും ഹൈക്കമാൻഡ് തിരിച്ച് വേണ്ട തിരുത്തലുകൾ നടത്തി തിരിച്ച് വീണ്ടും KPCC സമിതിക്ക് വരികയുമാണ് ചെയ്യുക. അതിനുശേഷമായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക. തിരുവനന്തപുരം ജില്ലയിൽ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ മത്സരിക്കുന്നുണ്ട്. കെ മുരളീധരനടക്കം, തമ്പാനൂർ രവി അടക്കം, VS ശിവകുമാർ എന്നിവരും ഉണ്ട്. പന്തളം സുധാകരൻ തുടങ്ങി നിരവധി പ്രമുഖർ തിരുവനന്തപുരം ജില്ലയിൽ ഇടം പിടിച്ചിരിക്കുന്നു. അതേസമയം കൊല്ലം ജില്ലയിൽ ശൂരനാട്, അതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ, കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്. ഒപ്പം തന്നെ പത്തനാപുരത്ത് ജഗദീഷ്, സിനിമാ താരം ജഗദീഷിൻ്റെ പേരും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിലും പന്തളം സുധാകരൻ, അടൂർ പ്രകാശ് തുടങ്ങിയ പ്രമുഖർ മത്സരിക്കുന്നുണ്ട്. ഇടുക്കിയിൽ റോയ് കെ പൗലോസ്, അതുപോലെ തന്നെ EM അഗസ്തി തുടങ്ങിയവരുടെ പേരുകളും പട്ടികയിലുണ്ട്. ഒപ്പം തന്നെ ഡീൻ കുര്യാക്കോസിൻ്റെ പേര് ഇടുക്കി ലിസ്റ്റിലില്ല. കോട്ടയം ജില്ലയിലാകട്ടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ഒപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർ, മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരും, അഡ്വക്കേറ്റ് ടോമി കല്ലാനി, കോട്ടയം DCC പ്രസിഡന്റ് എന്നിവരുടെ മത്സരിക്കുന്നുണ്ട്. അമ്പലപ്പുഴയിൽ DCC പ്രസിഡന്റ് A ഷുക്കൂർ, ഒപ്പം തന്നെ അതിനേക്കാൾ പ്രമുഖമായിട്ടുള്ളത് രമേശ് ചെന്നിത്തല മത്സരിക്കുന്നു. PC വിശ്വനാഥ്, ലതിക സുഭാഷ്, ജോൺസൺ അബ്രഹാം, ഷാനിമോൾ ഉസ്മാൻ എന്നിവരുടെ പേരുകളും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. എറണാകുളത്ത് K ബാബു അടക്കമുള്ളവരുടെ പേരുകളാണുള്ളത്. അങ്കമാലിയിലാണ് ഡീൻ കുര്യാക്കോസിൻ്റെ പേര് ഉള്ളത്. അതുപോലെ തന്നെ VD സതീശൻ, ഹൈബി ഈഡൻ, VP സജീന്ദ്രൻ, അൻവർ സാദത്ത്, ബെന്നി ബെഹനാൻ, ജോസഫ് വാഴക്കൻ എന്നീ MLA-മാരെ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരിൽ CN ബാലകൃഷ്ണനും തേറമ്പിലും ഒക്കെ തന്നെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഒപ്പം പത്മജ വേണുഗോപാലും ചാലക്കുടിയിൽ, പത്മജ വേണുഗോപാലിൻ്റെയും തൃശ്ശൂരിലും ചാലക്കുടിയിലും പത്മജ വേണുഗോപാലിൻ്റെ പേര് പരിഗണിക്കുന്നുണ്ട്. മണലൂരിൽ സിറ്റിംഗ് MLA PA മാധവൻ്റെ പേരും ഉണ്ട്. ഒപ്പം തന്നെ കുന്നംകുളം CMP മത്സരിക്കുന്ന കുന്നംകുളം തിരിച്ച് പിടിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് അറിയുന്നത്. ഇതിൽ 13 മണ്ഡലങ്ങളിൽ 1 മണ്ഡലം ഗുരുവായൂർ മുസ്ലിം ലീഗിനുള്ളതാണ്. അപ്പം ടോട്ടൽ 99 മണ്ഡലത്തിലേക്ക് 99 മണ്ഡലങ്ങളാണ് കോൺഗ്രസ് മത്സരിക്കുക. പാലക്കാട് തൃത്താല VT ബൽറാം, ഒപ്പം തന്നെ ഷാഫി പറമ്പിൽ പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഈ 2 യുവ നേതാക്കളെ അണിനിരത്തുന്നുണ്ട്. മലപ്പുറത്ത് AP അനിൽകുമാർ, അതുപോലെ തന്നെ ആര്യട ഷൗക്കത്ത് എന്നിവരാണ് പ്രമുഖരായി പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. കോഴിക്കോട് KC അബു, N സുബ്രഹ്മണ്യം എന്നിവരാണ് പട്ടികയിൽ ഇടം പിടിച്ച പ്രമുഖർ. വയനാട്ടിൽ PK ജയലക്ഷ്മി മാനന്തവാടി മണ്ഡലത്തിലുള്ള സാധ്യതാ ലിസ്റ്റിൽ ഉണ്ട്. കണ്ണൂരിൽ അബ്ദുള്ളക്കുട്ടിയും, ഒപ്പം തന്നെ K സുധാകരൻ്റെ പേരും സണ്ണി ജോസഫിൻ്റെ പേരും ഉണ്ട്. കാസർഗോഡ് പ്രധാനപ്പെട്ട സതീശൻ പാച്ചേനി, അതോടൊപ്പം തന്നെ K സുധാകരനെ ഉദുമ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നുണ്ട്. T സിദ്ദിഖിൻ്റെ പേരും ഉദുമ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് CK ശ്രീധരൻ്റെ പേരാണ് മറ്റൊരു പ്രധാനപ്പെട്ട പേര്. KP കുഞ്ഞിക്കണ്ണനാണ് മറ്റൊരാൾ. ഇങ്ങനെയാണ് കോൺഗ്രസിൻ്റെ സാധ്യതാ പട്ടിക പോകുന്നത്. ഈ പട്ടിക ഇന്നലെ വൈകുവോളം 3 പേർ, രമേശ് ചെന്നിത്തല, മുഖ്യമന്ത്രി, ഒപ്പം തന്നെ KPC പ്രസിഡന്റ് എന്നിവർ പരിശോധിച്ചു. അതിനുശേഷം ഹൈക്കമാൻഡിൻ്റെ പരിഗണനയ്ക്ക് വിടുകയാണ്. ഹൈക്കമാൻഡിൻ്റെ വേണ്ടത്ര തിരുത്തലുകൾ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത്
നിന്ന് ഏതൊക്കെ സ്ഥാനാർത്ഥികൾ വേണം, അത് രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്ന 27 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ മാറ്റുമെന്ന തരത്തിലുള്ള സൂചനകൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ തിരുത്തലുകൾ അടങ്ങിയ പട്ടിക വീണ്ടും തിരിച്ചു വന്നതിന് ശേഷമായിരിക്കും ഇതിന്റെ പ്രഖ്യാപനം ഉണ്ടാവുക. പ്രജീഷ്, രാജീവ്, പട്ടിക പൊതുവെ പരിശോധിച്ചാൽ ഒരു പട്ടിക വിലയിരുത്തി യുവജന പ്രാതിനിധ്യം ഒരുപക്ഷെ എത്രത്തോളം, സ്ത്രീ പ്രാതിനിധ്യം, ഗ്രൂപ്പുകൾ ഒക്കെ തന്നെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള എല്ലാ പരിഗണനകളും വെച്ചുള്ള നിലപാടുകൾ, ഇതൊക്കെ തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ പൊതുവെ പറയാൻ കഴിയുന്നത്. പ്രജീഷ്, ഇത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ഒരു വീതം വെപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ പട്ടികയെ 3 ഗ്രൂപ്പുകളും പങ്കിട്ടെടുക്കുന്ന ഒരു രീതിയാണ് കണ്ടിട്ടുള്ളത്. ഇത് ഹൈക്കമാൻഡ് ഇതിൽ എത്രത്തോളം തിരുത്തലുകൾ വരുത്തുമെന്നാണ് ഇനി ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. യുവജനങ്ങൾക്കും അതുപോലെ തന്നെ വനിതകൾക്കും അത്ര കണ്ട് പരിഗണന ലഭിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. ഡീൻ കുര്യാക്കോസോ, എം ലിജു, PC വിശ്വനാഥ്, ഷാഫി പറമ്പിൽ, BT ബൽറാം തുടങ്ങിയവർ ഒക്കെ തന്നെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും അർത്ഥത്തിൽ പുതുമ, വളരെ ശക്തമായിട്ടുള്ള മാറ്റങ്ങൾ ഈ ലിസ്റ്റിൽ വന്നിട്ടില്ല. സ്ത്രീ ജനങ്ങളുടെ കാര്യത്തിലും അത്ര കണ്ട് വലിയ വ്യത്യാസങ്ങളില്ല. ബിന്ദു കൃഷ്ണ, ഷാനിമോൾ ഉസ്മാൻ, ഷാഹിദ കമാൽ എന്നിവരുടെ പേരുകളാണ് പ്രധാനമായിട്ടും ഈ പട്ടികയിൽ സ്ത്രീകളുടേതായി ഉള്ളത്. എന്തായാലും മൊത്തം 100ഓളം സീറ്റുകളിൽ മത്സരിക്കാനുള്ള സാധ്യത തേടിക്കൊണ്ടുള്ള ഒരു പട്ടികയാണ്. ഇതിൽ 99 സീറ്റുകളിലെ കാര്യങ്ങളും കൃത്യമായി DCC തയ്യാറാക്കി KPCCക്ക് നൽകിയ പട്ടികയാണ് നമ്മൾ ഇന്ന് പുറത്തുവിട്ടത്. എം രാജീവാണ് വിശദാംശങ്ങൾ, സമഗ്രമായ ചിത്രം, സാധ്യതാ ചിത്രം നൽകിയത്. BDJS NDAയുടെ ഭാഗമാകുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. BJPയുമായി സീറ്റ് ചർച്ചകൾ നടത്തുമെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. BJPയുമായുള്ള സഖ്യ ചർച്ചകൾക്കായാണ് വെള്ളാപ്പള്ളി നടേശൻ ദില്ലിയിലെത്തിയത്. കാരണം ഒരു ലയനം എന്ന് പറയുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ചെന്നിച്ച് ലയിച്ചിരുന്നു എന്നാണ് പറയേണ്ടത്. ആ ലയനത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ NDAയുടെ ഭാഗമായോ? BJP ലയിക്കാനെല്ലാം NDAയുടെ ഒരു ഭാഗമാക്കണം ഞങ്ങൾ. ആ ഭാഗമാക്കിയ ശേഷമല്ലേ ഞങ്ങൾ അവരുമായിട്ടുള്ള ചർച്ചയുടെ പ്രസക്തിയുള്ളത്. അതാകട്ടെ ആദ്യം, അത് കഴിഞ്ഞിട്ട് ബാക്കിയായി. മൂന്നാം ചേരിയിൽ നിന്നും NDA എന്ന തരത്തിലേക്ക് തീരുമാനം മാറ്റി. അതെ, മൂന്നാം ചേരി അല്ല, അതിന്റെ ഭാഗമാകുകയാണ്. തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കായി CPIM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. AKG സെന്ററിലാണ് യോഗം ചേരുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിന് തുടർച്ചയായാണ് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി ചേരുന്നത്. കനയ്യയുടെ ജാമ്യഹർജിയിൽ ഇന്ന് ദില്ലി ഹൈക്കോടതി വിധി പറയും. കനയ്യക്കെതിരെ ചുമത്തിയ രാജ്യദ്രോഹ കുറ്റത്തിന്റെ നിയമസാധുവാദത്തിനിടെ ദില്ലി ഹൈക്കോടതി ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കനയ്യയ്ക്ക് ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് JNU. കനയ്യയ്ക്ക് സ്വാഗതം നൽകുന്ന പോസ്റ്ററുകൾ 2 ദിവസം മുൻപേ വിദ്യാർത്ഥികൾ സർവകലാശാലയിൽ ഉയർത്തി. കന്നയ്യയുടെ ജാമ്യഹർജിയിൽ ദില്ലി ഹൈക്കോടതി ഇന്ന് വിധി പറയാനിരിക്കെ ജാമ്യം നേടി കന്നയ്യകുമാർ ക്യാമ്പസിലെത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് JNU. തെളിവില്ലെന്ന് ദില്ലി പോലീസ് അറിയിച്ചതിനാൽ കോടതി കന്നയ്യയ്ക്ക് ജാമ്യം നൽകുമെന്ന് വിദ്യാർത്ഥികൾ ഉറച്ചു വിശ്വസിക്കുന്നു. തീഹാർ ജയിലിൽ നിന്നും തിരിച്ചെത്തുന്ന സഹപാഠിക്കായി വിദ്യാർത്ഥികൾ ഇന്നലെ അർദ്ധരാത്രി മുതൽ കാത്തിരിപ്പിലാണ്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി രോഹിത് വെമിലയ്ക്ക് വേണ്ടി പോരാടിയ കന്നയ്യയ്ക്കായി രോഹിത് ക JNU എന്ന മുദ്രാവാക്യമുയർത്തിയാണ് സ്വാഗതം എഴുതിയിരിക്കുന്നത്. കന്നയ്യയ്ക്ക് പിന്തുണ നൽകി പോരാട്ടം തുടരൂ, ഞങ്ങൾ നിനക്കൊപ്പം എന്ന് തുടങ്ങുന്ന സന്ദേശങ്ങൾ എഴുതിയ കത്തുകളും JNU അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് മുന്നിൽ വിദ്യാർത്ഥികൾ സ്ഥാപിച്ചു. വ്യാജ തെളിവുകളിലെ പോലീസ് നടപടി നിലനിൽക്കില്ലെന്ന് വിദ്യാർത്ഥികൾ പ്രതികരിച്ചു. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. കന്നയ്യയ്ക്കും അതുപോലെ തന്നെ JNUവിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നീതി ലഭിക്കും എന്നുള്ള ഉറച്ച പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. Definitely we hope that he is going to be scot free because we all know that he is not guilty. Whatever sedition charges that are put against him are false. അതേസമയം കന്നയ്യയ്ക്കായി JNU മാത്രമല്ല ബീഹാറിലെ ബിഹാട്ട് ഗ്രാമം മുഴുവൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണെന്ന് കന്നയ്യയുടെ സഹോദരൻ പറഞ്ഞു. घर पे अच्छे हैं और पूरा गांव मेरे साथ है, यहाँ तक कि आप पूरा देश अब मेरे साथ है. देश के बाहर के लोगों का भी साथ मिल रहा है. അനുചിതമായ സർക്കാർ നടപടിക്കെതിരെ വിദേശ സർവകലാശാലകൾ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളും പ്രമുഖരുടെ പ്രതികരണങ്ങളും സമരപ്പന്തലിന് മുന്നിലുണ്ട്. കന്നയ്യ രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിച്ചെന്ന് പോലീസ് കുപ്രചരണം നടത്തിയ അതേ വേദിക്ക് മുന്നിലാണ് മറുപടി നൽകി വിദ്യാർത്ഥികളുടെ നിലയ്ക്കാത്ത പ്രതിഷേധ സ്വരങ്ങൾ കന്നയ്യയ്ക്കായി കാത്തിരിക്കുന്നത്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി.
മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരത്തിന്റെ മകനെതിരെ നടപടി ആവശ്യപ്പെട്ട് പാർലമെന്റ് ഇരുസഭകളിലും AADMK പ്രതിഷേധം ഇന്നും തുടർന്നു. രാജ്യസഭ നിർത്തിവെച്ചു. ഇസ്രത് ജഹാൻ കേസിൽ ചിദംബരം സഭയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് കാണിച്ച് BJP സഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ നോട്ടീസ് നൽകി. കോൺഗ്രസിനെതിരെയുള്ള വേട്ടയാടലാണ് ആരോപണങ്ങളെന്ന് സോണിയാഗാന്ധിയും പറഞ്ഞു. വിശദാംശങ്ങളുമായി സന്തോഷ് ചേരുന്നു. സന്തോഷ്, ഇരുസഭയിൽ നിന്നുമുള്ള വിവരങ്ങൾ. പ്രജീഷ്, ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരത്തിനെതിരെയുള്ള പ്രശ്നത്തിൽ ഇപ്പോൾ പാർലമെന്റിന്റെ ഇരുസഭകളും സ്തംഭിച്ചിരിക്കുകയാണ്. രാജ്യസഭയും ലോക്സഭയും 2:15 വരെ പിരിയുകയും ചെയ്തു. വിഷയത്തിൽ ലോക്സഭ ചർച്ചയ്ക്ക് എടുക്കുകയും ചെയ്തു. 2 മണിക്കൂർ ചെറിയ തോതിലുള്ള ഡിസ്കഷൻ, 2 മണിക്കൂറുള്ള ഷോർട്ട് ടേം ഡിസ്കഷനാണ് നിശ്ചയിച്ചിരുന്നത്. ഇത് പ്രകാരം ചർച്ച ആരംഭിച്ചെങ്കിലും കോൺഗ്രസ് അംഗങ്ങൾ ഇതിനെ എതിർത്തു. സഭയിൽ ഇല്ലാത്ത ഒരു വ്യക്തിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം എങ്ങനെ സഭ ചർച്ച ചെയ്യുമെന്നായിരുന്നു കോൺഗ്രസ് ഉയർത്തിക്കാണിച്ചത്. സ്പീക്കർ തള്ളി. സ്പീക്കർ ചർച്ചയിലേക്ക് കടന്നെങ്കിൽ പോലും കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു. രാജ്യസഭയിലും ഇതേ വിഷയം ആദ്യം ഉയർത്തിയത് AADMK അംഗങ്ങളാണ്. ഇതിന് പിന്നിൽ BJP ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പക്ഷെ ചർച്ച വേണം എന്ന നിലപാടിൽ തന്നെ AADMK അംഗങ്ങൾ നിന്നു. ഇതേ തുടർന്ന് നോട്ടീസ് നൽകുകയാണെങ്കിൽ ചർച്ച ചെയ്യാം എന്ന് BJP അറിയിക്കുകയും ചെയ്തു. ഇതിനെ പ്രതിരോധിക്കാനായി കോൺഗ്രസ് ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് സർക്കാർ ഭൂമി വിട്ടു നൽകിയതിനുമായി രംഗത്തെത്തി. പക്ഷെ ഇതേ തുടർന്ന് ഇരുപക്ഷവും തമ്മിലുള്ള ചെറിയ വാക്കേറ്റവും ഇരുസഭകളിലും ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും സഭ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. പ്രതീക്ഷ. സന്തോഷാണ് സഭയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. സോളാർ കമ്മീഷൻ ടെനി ജോപ്പനെ വിസ്തരിക്കുന്നു. സരിത നായരെ അറിയാമെന്ന് ജോപ്പൻ കമ്മീഷന് മുന്നിൽ മൊഴി നൽകി. നിയമസഭയിൽ വെച്ച് സരിതയെ ജോപ്പനോടൊപ്പം കണ്ടു എന്ന നസീറ ബീഗം എന്ന വനിതാ പോലീസ് ഓഫീസർ മൊഴി നൽകിയത് തെറ്റെന്നും ജോപ്പൻ കമ്മീഷനോട് വ്യക്തമാക്കി. അന്ന് ശെൽവരാജ് മുഖ്യമന്ത്രിയെ കണ്ടുപോ എന്ന് തനിക്കറിയില്ലെന്നും ജോപ്പൻ പറഞ്ഞു. തൻ്റെ മൊബൈലിൽ നിന്നും മുഖ്യമന്ത്രി സരിതയെ വിളിച്ചിരുന്നില്ല. മുഖ്യമന്ത്രിയെ കാണുന്നതിനായി മല്ലേലി ശ്രീധരൻ നായർ വന്നപ്പോൾ താൻ ശ്രീധരൻ നായരെ കണ്ടിട്ടുണ്ടെന്നും ജോപ്പൻ കമ്മീഷന് മുന്നിൽ മൊഴി നൽകി. ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറായി യോഗ്യതയില്ലാത്ത ആളെ നിയമിക്കാൻ നീക്കം. ലീഗിൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഡോക്ടർ P നസീറിനെയാണ് നിയമിക്കാൻ ഒരുങ്ങുന്നത്. നിയമനത്തിനെതിരെ ധനവകുപ്പും നിയമവകുപ്പും എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു. അമ്പലപ്പുഴയിൽ വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി. വ്യാപാരി സംഘടന നൽകിയ പരാതിയെ തുടർന്ന് വാണിജ്യ നികുതി ഉദ്യോഗസ്ഥർ ഇന്ന് പോലീസിൽ ഹാജരാകും. ശ്രീകുമാറിൻ്റെ മരണക്കുറിപ്പിലെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കുന്നത്. 5 ലക്ഷം രൂപ മാത്രം സ്റ്റോക്കുള്ള അമ്പലപ്പുഴ സ്വദേശി ശ്രീകുമാറിൻ്റെ കടയ്ക്കെതിരെയാണ് 40 ലക്ഷത്തോളം രൂപയുടെ അധിക പിഴ ചുമത്തിയത്. വളരെ കൃത്യമായി വാണിജ്യ നികുതിയും മറ്റും അടയ്ക്കുന്ന ശ്രീകുമാറിന് വാണിജ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള നികുതി നോട്ടീസാണ് ഇയാളുടെ ജീവനെടുത്തതെന്ന് സുഹൃത്തും സംഘടനാ നേതാക്കളും പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ കച്ചവടക്കാരൻ്റെ ആകപ്പാട് സ്റ്റോക്ക് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപ സ്റ്റോക്കുള്ള കച്ചവടക്കാരൻ ഇത്രയും നികുതി അടക്കണമെന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെങ്ങും നടക്കാതെ മൊത്തം 40 ലക്ഷം രൂപയുടെ ഡ്യൂ ആണ് പുള്ളിയുടെ പേര് കാണിച്ചിരിക്കുന്നത്. ഈ മരണക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ വാണിജ്യ നികുതി ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സംഘടനാ ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകിക്കഴിഞ്ഞു. കേരള സർക്കാരിന്, അദ്ദേഹത്തിൻ്റെ കത്തിങ്ങനെ തുടങ്ങുന്നത്, കേരള സർക്കാരിന് സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാരുടെ പീഡനത്തിൽ സഹികെട്ട് ഞാൻ ജീവൻ കൊടുക്കുന്നു. എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെയും മക്കളെയും ഉപദ്രവിക്കരുത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ വാണിജ്യ നികുതി ഉദ്യോഗസ്ഥർ ബുധനാഴ്ച അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നതിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. തെളിവുകൾ ഉദ്യോഗസ്ഥർക്കെതിരാണെങ്കിൽ ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പീപ്പിൾ എക്സ്ക്ലൂസീവ് താലൂക്ക് ലാൻഡ് ബോർഡ് മിച്ചഭൂമിയായി ഏറ്റെടുക്കാൻ നിർദ്ദേശിച്ച ഭൂമിക്ക് സർക്കാർ ക്രമവിരുദ്ധമായി ഭൂപരിധിയിൽ ഇളവ് നൽകി. ഇടുക്കി പീരുമേട് ഹോപ്പ് പ്ലാന്റേഷനാണ് പ്രത്യേക അധികാരം ഉപയോഗിച്ച് മന്ത്രിസഭാ യോഗം ഇളവ് നൽകിയത്. റവന്യൂ രേഖയിൽ തരിശുഭൂമിയായി രേഖപ്പെടുത്തിയ 724 ഏക്കറിന് തോട്ടം മേഖലയ്ക്ക് നൽകുന്ന ഇളവ് അനുവദിച്ച് ഉത്തരവിറക്കുകയായിരുന്നു. ഉത്തരവിന്റെ പകർപ്പ് പീപ്പിൾ TVക്ക് ലഭിച്ചു. പീരുമേട് താലൂക്ക് ലാൻഡ് ബോർഡ് മിച്ചഭൂമിയായി ഏറ്റെടുക്കാൻ ശുപാർശ ചെയ്ത കോടികൾ വിലമതിക്കുന്ന ഭൂമിയാണ് സ്വകാര്യ തോട്ടം ഉടമയ്ക്ക് വിട്ടു നൽകാൻ തീരുമാനിച്ചത്. ഭൂമിക്ക് ഇളവ് നൽകിയുള്ള ഉത്തരവിന്റെ പകർപ്പ് പീപ്പിൾ TVക്ക് ലഭിച്ചു. കേരള ഭൂപരിഷ്കരണ നിയമത്തിലെ 81(3) വകുപ്പ് പ്രകാരമാണ് ഇളവ് നൽകിയിരിക്കുന്നത്. സർക്കാരിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് ഭൂപരിധിയിൽ ഇളവ് നൽകിയിരിക്കുന്നത്. തരിശുഭൂമിയെന്ന് സർക്കാർ രേഖയുള്ള ഭൂമിയാണ് തോട്ടം മേഖലയ്ക്ക് നൽകുന്ന ഇളവിൽ ഉൾപ്പെടുത്തി സ്വകാര്യ വ്യക്തിക്ക് നൽകിയത്. കോൺഗ്രസ് നേതാവിന്റെ ബന്ധു ഉടമയായ ഹോപ്പ് പ്ലാന്റേഷനാണ് ഭൂപരിധിയിൽ ഇളവ് നൽകിയിരിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കാനുള്ള ലാൻഡ് ബോർഡിന്റെ നടപടിക്കെതിരെ കമ്പനി ഹൈക്കോടതിയെയും തുടർന്ന് സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു. എന്നാൽ അനുകൂല വിധി ലഭിച്ചതുമില്ല. ഭൂപരിധിയിൽ ഇളവ് നൽകാൻ സർക്കാരിന് അധികാരമുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകിയിരിക്കുന്നതിനാൽ അന്തിമ തീരുമാനം സർക്കാർ തീരുമാനത്തിന് ശേഷം മാത്രമേ കൈക്കൊള്ളാവൂ എന്നുമാണ് കമ്പനി കോടതിയിൽ ആവശ്യമുന്നയിച്ചത്.
ഇതനുസരിച്ചുള്ള അപേക്ഷയിൽ മേലാണ് മന്ത്രിസഭാ യോഗം വിവാദമായ തീരുമാനം കൈക്കൊണ്ടത്. 800 ഏക്കർ ഭൂമിയാണ് മിച്ചഭൂമിയായി ഏറ്റെടുക്കാൻ പീരുമേട് താലൂക്ക് ലാൻഡ് ബോർഡ് തീരുമാനിച്ചിരുന്നത്. മിച്ചഭൂമിക്ക് ഇളവ് നൽകാനോ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനോ പാടില്ലെന്നിരിക്കെയാണ് സർക്കാർ ഹോപ്പ് പ്ലാന്റേഷന് ക്രമവിരുദ്ധമായി ഭൂപരിധിയിൽ ഇളവ് നൽകിയത്. ലെസ്ലി ജോൺ, ഇടുക്കി. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ നിർണായക ദിനമായ സൂപ്പർ ചൊവ്വയിലെ വോട്ടെടുപ്പിൽ ഹിലരി ക്ലിന്റനും ഡൊണാൾഡ് ട്രംപിനും ജയം. 12 സ്റ്റേറ്റുകളിലെ ഫലം വന്നതിൽ ട്രംപ് 5 സ്റ്റേറ്റുകളിലും ഹിലരി 6 സ്റ്റേറ്റുകളിലുമാണ് ജയിച്ചത്. സൂപ്പർ ചൊവ്വയിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ സ്ഥാനാർത്ഥികളുടെ ചിത്രം ഏറെക്കുറെ വ്യക്തമായി. വിശദാംശങ്ങൾ വാഷിംഗ്ടണിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ജോസ് കടാപ്പുറം നൽകും. ബേസിക്കലി ഇന്നത്തെ ഈ സൂപ്പർ ട്യൂസ്ഡേ മത്സരത്തില് ഇന്ന് 12 സ്റ്റേറ്റുകളിൽ ഒരു ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ് സൂപ്പർ ട്യൂസ്ഡേ. ഇത് വളരെ അമേരിക്കൻ പ്രൈമറി ഇലക്ഷനിൽ വളരെ നിർണായകമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതില് ഇന്ന് ഈ 12 സ്റ്റേറ്റിലെ 8 സ്റ്റേറ്റിലെ റിസൾട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നും ഡൊണാൾഡ് ട്രംപ് ലീഡ് ചെയ്യാണ്. 8ൽ 6 സീറ്റ് അദ്ദേഹം 6 സ്റ്റേറ്റുകളിൽ വിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് റിപ്പബ്ലിക്കൻ പ്രൈമറി ഇലക്ഷന്റെ ഒരു കാര്യം. അതിന്റെ മറുവശത്ത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രൈമറി ഇലക്ഷൻ നോമിനിയായിട്ട് വരുന്നത് ഹിലരി ക്ലിന്റൺ ആണ്. 8 സ്റ്റേറ്റിലെ റിസൾട്ട് ഇപ്പോൾ വന്നു കഴിഞ്ഞു. അതിൽ 6 സ്റ്റേറ്റിലെ ഹിലരി ക്ലിന്റണും 2 സ്റ്റേറ്റിലെ ബേണി സാൻഡേഴ്സും വിജയിച്ചിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡൊണാൾഡ് ട്രംപിന്റെ മുമ്പോട്ടുള്ള യാത്രയാണ്. ശരിക്കും പറഞ്ഞാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയെ വെട്ടിലാക്കിയാണ് ട്രംപ് മുന്നേറുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് എതിരായിട്ട് അത് ആണ് യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ബില്യണിയറായ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഇതിനോടകം തന്നെ പല രീതിയിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനയാണ്. ഈ പ്രസ്താവനയൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് നേരിടുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ പുള്ളി എന്തുമാത്രം ഫലവത്താകുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും അവസാന തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല ഇതുവരെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ. എന്നാൽ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രൈമറിയിൽ ഇപ്പോ 8 റിസൾട്ടിൽ 6 വിജയിച്ച ഹിലരി ക്ലിന്റൺ ഉറപ്പായിരിക്കുകയാണ്. ബേണി സാൻഡേഴ്സ് രണ്ടാമതാണ്. എന്നാൽ ബേണി സാൻഡേഴ്സ് ആണ് അമേരിക്കൻ ഇലക്ഷനിലെ ഒരു വ്യത്യസ്തനായ വ്യക്തി. അദ്ദേഹം മാത്രമാണ് ഒരു കോർപ്പറേറ്റുകളുടെയിൽ നിന്നും പണം സ്വീകരിക്കാതെ ഇലക്ഷനെ നേരിട്ടത്. ഇദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. എന്തായാലും അമേരിക്കൻ ഇലക്ഷന്റെ ചരിത്രത്തിലെ ഒരു വ്യത്യസ്ത മുഖമാണ് ബേണി സാൻഡേഴ്സ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ഏതായാലും ഒന്നുണ്ട്, ഈ രണ്ടുപേരും ഇപ്പോ പ്രൈമറി തെരഞ്ഞെടുപ്പുകളിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ഹിലരി ക്ലിന്റണും മുന്നേറി കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഹിലരിയുടെ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ തെരഞ്ഞെടുപ്പ് ഹിലരി ക്ലിന്റൺ നോമിനിയാകും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. സ്വകാര്യ മില്ലുടമകൾ സമരം ആരംഭിച്ചതോടെ സംസ്ഥാനത്ത് സപ്ലൈകോ വഴിയുള്ള നെല്ല് സംഭരണം നിലച്ചു. വർദ്ധിപ്പിച്ച സംസ്കരണ തുക നൽകണമെന്നാവശ്യപ്പെട്ടാണ് സപ്ലൈകോയ്ക്ക് വേണ്ടി നെല്ലെടുക്കുന്ന മില്ലുടമകൾ സമരം തുടങ്ങിയത്. പ്രശ്നപരിഹാരത്തിനായി മുഖ്യമന്ത്രി വിളിച്ച മില്ലുടമകളുടെ യോഗം ഇന്ന് നടക്കും. രണ്ടാം വിള നെല്ല് സംഭരണം സജീവമായ ഘട്ടത്തിലാണ് സ്വകാര്യ മില്ലുടമകൾ സമരം ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 3 സംസ്ഥാന സർക്കാരും മില്ലുടമകളും തമ്മിലുണ്ടാക്കിയ കരാർ പ്രകാരം കൈകാര്യ ചെലവ് ക്വിൻ്റലിന് 190 രൂപയായി നിശ്ചയിച്ചിരുന്നു. ഇതനുസരിച്ച് കർഷകരിൽ നിന്നെടുക്കുന്ന നെല്ലിൻ്റെ 68% അരിയാണ് മില്ലുടമകൾ സപ്ലൈകോയ്ക്ക് മടക്കി നൽകേണ്ടത്. എന്നാൽ വർദ്ധിപ്പിച്ച തുക ഇതുവരെ ലഭിച്ചു തുടങ്ങിയിട്ടില്ലെന്ന് മില്ലുടമകൾ പറയുന്നു. ഈ സാഹചര്യത്തിലാണ് സമരം. സംഭരണം നിലച്ചതോടെ നെല്ലറയായ പാലക്കാട്ടെ കർഷകർ കൊയ്തെടുത്ത നെല്ല് എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. ഈ നെല്ല് സംഭരണം ഗവൺമെൻറ് സമയത്ത് ഇടപെടാത്തതിൻ്റെ ഒരു ദുരന്തം ഒന്ന്. രണ്ടാമത്തത് സ്വകാര്യ മില്ലുകാർക്ക് ഏജൻറ്റായി നിയമിച്ചപ്പോൾ അവർക്ക് ആവശ്യമായ കൈകാര്യത്തിൽ ഹാൻഡ്ലിംഗ് ചാർജ് ഗവൺമെൻറ് കൊടുക്കാത്തതുകൊണ്ട് അവർ നെല്ല് എടുക്കാൻ തയ്യാറാകുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ കൃഷിക്കാരൻ നെല്ല് കൂട്ടിവെക്കാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത്. വീടുകളിൽ സൂക്ഷിക്കാനുള്ള സ്ഥല സൗകര്യങ്ങളില്ല. കയറ്റുകൂലിയുമായി ബന്ധപ്പെട്ടും തർക്കമുണ്ട്.
ചാക്കൊന്നിന് 7 രൂപയാണ് സപ്ലൈകോ നൽകുന്നത്. എന്നാൽ 15 മുതൽ 30 രൂപ വരെ കർഷകരിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കാൻ സൗകര്യമില്ലാത്ത കർഷകർ കിട്ടുന്ന വിലയ്ക്ക് നെല്ല് വിറ്റഴിക്കേണ്ട സാഹചര്യമുണ്ടാകും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.